ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം കൊളംബിയയിലാണുള്ളത്. നമ്മുടെ വണ്ടി ഷിപ്പ് ചെയ്തിട്ടുണ്ട് പാനമേന്ന്. അപ്പോൾ അവിടുന്ന് ഇവിടെ ഒരു എത്താനായിട്ട് ഒരു 2-3 ദിവസം എടുക്കും. പിന്നെ ബോട്ടിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഒരു 4 ദിവസം കൂടെ വേണം. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം വേണം. അപ്പോൾ അതുവരെ വണ്ടിയില്ല. ഞാൻ ഒരു ഊബർ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ഒരു 400 വർഷം പഴക്കമുള്ളത്. അപ്പം അവിടേക്ക് പോകാം. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അങ്ങനെ ഊബർ എത്തി. റെനോ ഡസ്റ്ററാണ്. Hola. ലേ പോപ്പ എന്നാണ് നമ്മൾ പോകുന്ന ഈ പള്ളിയുടെ പേര്. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. കാർട്ടഗീനയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പള്ളിയുടെ എൻട്രൻസ്. $5 കൊടുക്കണം നമുക്ക് കയറണമെങ്കിൽ. 8 മണി തൊട്ട് 5:30 വരെയാണ് ഓപ്പൺ. ഇവിടുന്ന് $5 ടിക്കറ്റ് എടുത്തു. അതിനുശേഷം ഉള്ളിൽ കയറി. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഇതാണ് കാർട്ടഗീനയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഇവിടെ നിന്ന് സിറ്റി കാണാൻ നല്ല വ്യൂ ആണ്. ഇതാണ് കാർട്ടഗീന പോർട്ട്. ഇവിടാണ് നമ്മുടെ വണ്ടി പാനമേന്ന് ഷിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് ഈ വണ്ടി നമുക്ക് എടുക്കേണ്ടത്. ഇത് 1607 പണി കഴിപ്പിച്ചത്. അന്ന് ആദ്യം പണിഞ്ഞപ്പം ഇത് തടിയിലായിരുന്നു മൊത്തം പണിഞ്ഞത്. പിന്നീട് എപ്പോഴോ അത് കോൺക്രീറ്റിലും തടിയിലും ആക്കി മാറ്റി. ആദ്യത്തെ പേരും വേറെയായിരുന്നു. സാന്റാക്രൂസ് എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നീട് അത് ലേ പോപ്പ എന്നാക്കി. കാരണം സ്പാനിഷിലെ അതിൻ്റെ മീനിങ് ഷിപ്പിൻ്റെ പിന്നാമ്പുറം എന്നാണ്. ഷിപ്പിൻ്റെ ബാക്കിൻ്റെ അതേ ഷേപ്പിലാണ് ഈ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ലേ പോപ്പ എന്ന് ആക്കിയെന്നാണ് പറയപ്പെടുന്നത്.
ഇവിടെ പള്ളിയുടെ ഒരു റൂമിലായിട്ട് എല്ലാ രാജ്യങ്ങളുടെയും കറൻസി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയുടെ കറൻസികളും ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പം ഭയങ്കര ഒരു ജാഥ വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് പള്ളിയിലെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. പള്ളിയിലച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. Juan. Jesús le respondió, destruyan este templo y en 3 días lo volveré a levantar. Los judíos